ആഴ്ചതോറും നടത്തി വരാറുള്ള മതപഠന ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്ന, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ പങ്കെടുത്തിരുന്നവർ, ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, കഴിഞ്ഞ ആഴ്ച നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ബഹാരിക്ക് അടക്കം ഒരുപാട് ആളുകൾ, അള്ളാഹുവെ അവരുടെയൊക്കെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇന്നത്തെ കുറഞ്ഞ നേരത്തെ ക്ലാസ്സുകളിലൂടെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തിയ 1-2 ആയത്തുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നത്. അതിൻ്റെ മുമ്പ് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ ആ കടങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുന്ന ആ സാഹചര്യത്തിൽ കടങ്ങൾ വീടാനുള്ള ഒരു ദുആയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അത് എഴുതി ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സത്യത്തിൽ ഞാനത് വിട്ടുപോയി. ഇൻഷാ അല്ലാഹ് അത് ആവശ്യമുള്ള ആളുകൾ എന്നോട് പറഞ്ഞാൽ ഞാനത് ഇൻഷാ അല്ലാഹ് അവർക്ക് എഴുതി തരാവുന്നതാണ്. സ്വഹീഹായ ഒരു ഹദീസിലുള്ള ഒരു സംഭവമാണ്. ഇമാം തുർമുദിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാന്റെ അടുക്കൽ അന്ന മുഖാത്തിബൻ ജാഅഹു, സ്വതന്ത്രപത്രം എഴുതപ്പെട്ട ഒരു അടിമ ഒരിക്കൽ മഹാനവറുകളുടെ അടുക്കൽ വന്നു. അടിമ എന്ന് പറയുമ്പോൾ അടിമത്വം നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ ഒരു യജമാനന്റെ കീഴിൽ മനുഷ്യരായിട്ടുള്ള അടിമകളുണ്ടെങ്കിൽ ഇത്ര കാശ് നീ എനിക്ക് തന്നാൽ നിന്നെ സ്വതന്ത്രമാക്കാം എന്ന് ഒരു എഴുതപ്പെട്ടു. ഇനി ആ കാശ് ഈ മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്താൽ അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും. അങ്ങനെയുള്ള ഒരാളാണ് സ്വതന്ത്രപത്രം എഴുതപ്പെട്ട അടിമ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരാള് അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഫഖാൽ ഇന്നി അജസ്തു അൻ കിതാബത്തി, ഞാൻ ഒരു മുദ്രപ്പടല കടലാസൊക്കെ എഴുതിയിട്ടുണ്ട്, ഇത്ര കാശ് തന്നാൽ എന്നെ മോചിപ്പിക്കാമെന്ന് എൻ്റെ യജമാനനോട്. പക്ഷേ അത് വീട്ടിൽ കൊടുക്കൽ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഫഅഇന്നി, എന്നെ അങ്ങൊന്ന് സഹായിക്കണം എന്ന് അലിയാര് തങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു, ഒരടിമ. ഖാൽ, ഈ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയാണ്, അലാ ഉഅല്ലിമുക കലിമാത്ത് അല്ലമനീഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ഞാൻ കുറച്ച് വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. ആ വാചകങ്ങൾ നീ ചൊല്ലുക, അത് നീ പതിവാക്കുക. അത് എനിക്ക് നബിതങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. ലൗകാന അലൈക മിഥുലു ജബലിൻ ദൈനൻ അദ്ദാഹുല്ലാഹു അൻക, ഉഹുദ് പർവ്വതത്തിന്റെ അത്ര നിനക്ക് കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങളെല്ലാം അല്ലാഹു തആല നിനക്ക് വീട്ടിത്തരും, അത് നീ പതിവാക്കിയാൽ എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ആ വന്ന അടിമക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. ഖുൽ, നീ പറയണം, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളലിക അമ്മൻ സിവാക്. ഇത്രയുള്ളൂ. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളലിക അമ്മൻ സിവാക് എന്ന് തുടങ്ങുന്ന ഈ വാക്യം നീ പറഞ്ഞാൽ ഉഹദ് മലയുടെ അത്ര കടങ്ങളുണ്ടെങ്കിലും അത് അല്ലാഹു തആല നിനക്ക് വീട്ടിത്തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ കടങ്ങൾ വീട്ടാനുള്ള സമ്പത്ത് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു വഴി നബി തങ്ങൾ പറഞ്ഞു തന്നത് നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ വന്ന ആ അടിമയോട് അലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. അലി റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തിന്റെ കവാടമാണ്.
ആ അലി റളിയല്ലാഹു അൻഹു ആണ് ഇത് നമുക്ക് നബിതങ്ങൾ പറഞ്ഞതായി പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് കടമുള്ള ആളുകളൊക്കെ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതം ഒന്ന് സംശുദ്ധീകരിക്കുക. 5 വക്ത് നിസ്കാരങ്ങളൊക്കെ ഖളാ ആക്കാതെ നിസ്കരിക്കാൻ ശ്രമിക്കുക. ഹറാമുകളൊക്കെ നമ്മൾ കൈയൊഴിയുക. അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തൗബ ചെയ്ത് നല്ലവരായി ജീവിക്കാൻ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി നബിതങ്ങൾ പറഞ്ഞതാണ് അത് വീടും എന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടെ ഈ കാര്യം പ്രവർത്തിച്ചാൽ തീർച്ചയായും അല്ലാഹു തആല അത് വീട്ടാനുള്ള വഴി നമുക്ക് എളുപ്പമാക്കി തരും. അല്ലാഹു തആല ആ വിഭാഗങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇത് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ഞാൻ ഇന്ന് പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചതാണ്, വിട്ടുപോകണ്ടെന്ന് വിചാരിച്ച്. ഇനി സ്വല്പനേരം സൂറത്തുൽ മആരിജിന്റെ 19-ാമത്തെ ആയത്ത് മുതൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരുടെ ചില ദുർഗുണങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഈ ആയത്തിലൂടെ. ഈ ദുർഗുണങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകും. ഈ ദുർഗുണങ്ങൾ ഇല്ലാത്ത മനുഷ്യർ കുറെ ആളുകളുണ്ട്. അത് ഖുർആൻ എണ്ണി പറയുകയും ചെയ്യുന്നു. ഈ രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഈ ദുർഗുണങ്ങൾ ഇല്ലാതിരിക്കാൻ നാം പരിശ്രമിക്കുക. അതോടൊപ്പം അത് ഇല്ലാത്തവർ ആരൊക്കെയാണ് എന്ന് ഖുർആൻ പറഞ്ഞ ആ വിഭാഗങ്ങളിൽ ഉൾപ്പെടാനും നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഇൻസാന ഖുലിക ഹലൂആ. ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യരെ ഖുലിക, നാം പടക്കപ്പെട്ടത്. അല്ലാഹു പറയാണ് മനുഷ്യരെ പടക്കപ്പെട്ടത് ഹലൂഅൻ, അക്ഷമരായിക്കൊണ്ടാണ്. ക്ഷമയില്ലാത്ത ആളുകളായിട്ടാണ് മനുഷ്യരെ പടക്കപ്പെട്ടത്. ചില പ്രയാസങ്ങൾ വരുമ്പോ, ചില ദുഃഖങ്ങൾ വരുമ്പോ ക്ഷമയില്ലാതെ ഓരോന്ന് പറയും. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് വേണ്ടിയിരുന്നില്ല, അത് പറയേണ്ടിയിരുന്നില്ല, അത് മോശമായി പോയി എന്ന് തോന്നുകയും ചെയ്യും. ഇങ്ങനെ അക്ഷമരായിക്കൊണ്ട് മനുഷ്യരെ നാം പടച്ചു. അല്ലാഹു പറയാണ് ഇദാ മസ്സഹു ശർറു ജസൂആ. ഏതെങ്കിലും ഒരു ഷർറ്, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് ആ മനുഷ്യനെ സ്പർശിച്ചാൽ ജസൂആ, അവൻ പൊറുതിയേട് കാണിക്കും. ആദ്യം പറഞ്ഞത് അക്ഷമനായിരിക്കും. അക്ഷമനായിക്കുന്നു മാത്രമല്ല പൊറുതിയേട് കാണിക്കും. പൊറുതിയേട് എന്ന് പറഞ്ഞാൽ ഇരിക്കാനും തോന്നൂല, നിൽക്കാനും തോന്നൂല, ആകപ്പാടുള്ള ഒരു മനപ്രയാസം, ഒരു സ്വൈര്യക്കേട്, പൊറുതിയേട് കാണിക്കും മനുഷ്യർക്ക് ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ. വഇദാ മസ്സഹുൽ ഖൈറു മനൂആ. ഇനി അതേപോലെ എന്തെങ്കിലും ഒരു നന്മകൾ മനുഷ്യർക്ക് സംഭവിച്ചാൽ, ഇദാ മസ്സഹു, ആ മനുഷ്യനെ സ്പർശിച്ചാൽ, തൊട്ടാൽ, മനുഷ്യന് എത്തിയാൽ, അൽ ഖൈറു, ഒരു നന്മയെത്തിയാൽ, മനൂആ, ആ നന്മയെ അവൻ തടഞ്ഞു വെക്കുകയും ചെയ്യും. ഇവിടെ നന്മ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയാണ്. നേരത്തെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം, ഒരു പട്ടിണി, ഒരു ദാരിദ്ര്യം, കച്ചവടം മോശമായി, അല്ലെങ്കിൽ നമുക്ക് രോഗങ്ങളായി, ഈ സമയത്ത് അക്ഷമനായി പൊറുതിയേട് കാണിച്ച് പ്രയാസപ്പെട്ട് നടന്ന ഒരു മനുഷ്യൻ അല്ലാഹു തആല അവന് അനുഗ്രഹങ്ങൾ ചെയ്താൽ, കുറച്ച് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അല്ലാഹു ഒരു മനുഷ്യന് നൽകിയാൽ, മനൂഅൻ, അവൻ തടഞ്ഞു വെക്കപ്പെടുകയും ചെയ്യും, അത് കൊടുക്കൂല. ധാരാളം നമ്മുടെ അടുത്ത് സാമ്പത്തികമായി അള്ളാഹു തന്നിട്ടുണ്ടെങ്കിലും വളരെ തുച്ഛമായതായിരിക്കും നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവനയായിട്ടോ മറ്റോ ഒക്കെ കൊടുക്കുന്നത്. ഇത് സത്യമാണല്ലോ. ഇതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഈ 3 ദുർഗുണങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളായി ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് ഈ 3 ദുർഗുണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്നവർ ആരാണ്? അഥവാ അവർക്ക് ജീവിതത്തിൽ ഒരു പ്രയാസങ്ങൾ വരുമ്പോ അവർ അക്ഷമരായിരിക്കുകയില്ല, ഒരു സങ്കടങ്ങൾ വരുമ്പോ അവർ പൊറുതിയേട് കാണിക്കുകയില്ല, അവർക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് അവർക്ക് കൊടുക്കാൻ ഒരു മടിയുണ്ടാവുകയില്ല, പിശുക്ക് കാണിക്കുകയില്ല. ഇവർ ആരൊക്കെയാണ്? അതാരൊക്കെയാണ്? ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ.
നിസ്കരിക്കുന്നവർ ഇങ്ങനെ കാണിക്കുകയില്ല. ഇത് പറയുമ്പോൾ നമ്മളിലേക്കൊക്കെ ഒന്ന് ചേർത്തി നോക്കിക്കോ. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ പൊറുതിയേടും കാണിക്കാറുണ്ട്, അക്ഷമരമാവാറുണ്ട്. എന്താ അപ്പൊ അതിന്റെ അർത്ഥം? നമ്മുടെ നിസ്കാരങ്ങൾക്ക് എവിടെയോ ചില തകരാറുകളുണ്ട്. അല്ല പറഞ്ഞതുപോലെ, ഹബീബ് പഠിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിലുള്ള നിസ്കാരം ആണോ നമ്മുടേത് എന്നതിൽ ഒരു ആശങ്ക ഈ ആയത്ത് ഓതുമ്പോ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. കാരണം മുകളിൽ പറഞ്ഞ അക്ഷമരായിരിക്കൂല അവർ, അതേപോലെ തന്നെ പൊറുതിയേട് കാണിക്കൂല അവർ, പിശുക്ക് കാണിക്കൂല അവർ. അത് കാണിക്കാത്തവർ ആരാ? ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ. നിർത്തിയില്ല. അല്ലദീന, എങ്ങനെയുള്ള നിസ്കാരക്കാരാണ്? ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവർ അവരുടെ നിസ്കാരങ്ങളിൽ നിത്യമായി നിസ്കരിക്കുന്നവരാണ്, കറക്റ്റായി ചെയ്യുന്നവരാണ്. 2 ദിവസം വയല് കേട്ടു, ഒരു ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ ഉഷാറ് തോന്നി, 4 ദിവസം നിസ്കരിച്ചു, പിന്നെ നിസ്കരിക്കൂല. അങ്ങനെയല്ല. അല്ലെങ്കിൽ എല്ലാം നിസ്കരിക്കും, ഖളാ ആക്കിക്കൊണ്ടാണ്. സുബഹി നിസ്കരിക്കുന്നത് 9 മണിക്കാണ്, അല്ലെങ്കിൽ 8 മണിക്കാണ്, അതും പറ്റൂല. അല്ലെങ്കിൽ ളുഹുർ അസ്റും മഗ്രിബൊക്കെ നിസ്കരിക്കും, ഇശാവും സുബഹി നിസ്കരിക്കൂല. അവന് സൗകര്യമുള്ള സമയത്ത് ടൗണിലേക്ക് ഇറങ്ങുമ്പോ, പള്ളിയുടെ അടുത്തേക്ക് വരുമ്പോ, അപ്പ വാങ്ങി വിളിക്കുമ്പോ ഒന്ന് പള്ളിയിൽ കയറുക. എല്ലാ വക്തും കറക്റ്റായി ചെയ്യണം എന്ന ഡിമാൻഡ് ഒന്നുമില്ല. തോന്നുമ്പോഴുള്ള ഒരു നിസ്കാരം അങ്ങനെയുമല്ല. ഇതാണ് അതിന്റെ ഭാഷാപരമായിട്ടുള്ളതായ ആശയം. ഇനി മറ്റൊരു ആശയം കൂടെ ഇതിന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അത് തസവുഫിന്റെ ആത്മജ്ഞാനികളൊക്കെ പഠിപ്പിക്കുന്ന ഒരർത്ഥമാണ്. അതാണ് ശരിക്കുമുള്ള നിസ്കാരം. അതാണ് അതപ്പ അങ്ങനെ നമ്മൾ അർത്ഥം വെക്കേണ്ടതില്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ. അല്ലദീന, എങ്ങനെയുള്ള നിസ്കാരക്കാരാണ്? ഹും, അവർ അലാ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരത്തിൽ ദായിമൂൻ, നിത്യമായവരാണ്. അഥവാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് സലാം വീട്ടിയാലും അവർ നിസ്കാരത്തിൽ തന്നെയാണ്. പിന്നെ സലാമോ, അതൊരു ദിക്ർ, അത്രയേ ഉള്ളൂ. 5 വഖ്ത് ഫർള് നിസ്കാരം കഴിഞ്ഞാലും അവർ നിസ്കാരം തന്നെയാണ്. അപ്പൊ പിന്നെ ജോലിക്കൊന്നും പോണ്ടേ? ജോലിക്ക് പോവാതെ നിസ്കരിക്കാന്നല്ല, അല്ലാഹ് എന്ന ഒരു ബോധത്തോടുകൂടെ ജീവിക്കുക, അതാ അതിന്റെ അർത്ഥം. നിസ്കാരം കഴിഞ്ഞാൽ നേരെ പോകുന്നത് അപ്പുറത്തുള്ള കടയിൽ അപ്പുറത്തുള്ള ആളുകളെ നമീമത്തും പരദൂഷണം പറഞ്ഞിരിക്കാനാണ്. അങ്ങനെയല്ലാതെ പള്ളിയിൽ നിസ്കരിക്കാൻ വരും, പലിശക്കും മേടിക്കും, എല്ലാ തോന്നിവാസവും ചെയ്യും, നിസ്കരിക്കാനും പോകും. അങ്ങനെയല്ല. നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കാരത്തിൽ ദായിമായവരാണ്. സലാം വീട്ടിക്കഴിഞ്ഞാലും അവർ നിസ്കാരത്തിൽ തന്നെയാണ്. അഥവാ അല്ലാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും, ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയില്ല. അങ്ങനെ ജീവിക്കുമ്പോഴും അവർ നിസ്കാരത്തിൽ തന്നെയാണ്. പിന്നെ 5 വഖ്ത് നിസ്കാരോ, അത് അവന്റെ ശരീരം കൊണ്ടുള്ളൊരു നിസ്കാരമാണ്. ഈ ശരീരവും മനസ്സും കൊണ്ടുള്ള നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മനസ്സുകൊണ്ടുള്ളതായ ഒരു നിസ്കാരം എപ്പോഴും വേണം. അത് അല്ലാഹ് എന്നുള്ള ഒരു വിചാരമാണ്. അതാണില്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. അപ്പൊ ഈ രീതിയിലുള്ള നിസ്കാരത്തിന്റെ ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ബേജാറുണ്ടാകൂല. നമ്മളിപ്പോ സാധാരണ ചില ടെൻഷനോ വിഷമോ ഉണ്ടെങ്കിൽ നിസ്കാരങ്ങളൊക്കെ ഒഴിവാക്കലാണ്. അധിക മനുഷ്യന്മാരും അങ്ങനെ പ്രയാസവും ടെൻഷനും വരുമ്പോ നിസ്കാരം ഒഴിവാക്കുക, ഉള്ളതും കൂടി ചെയ്യാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ കാണാം, നബി തങ്ങൾക്ക് വിഷമങ്ങൾ വരുമ്പോ നിസ്കരിക്കാനാണ് നബി തങ്ങളോട് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. നബി തങ്ങളോടല്ല പറയുന്നുണ്ട് മുസമ്മിൽ സൂറത്തിലൂടെ, നബിയെ, മൂടിപ്പുതച്ചുറങ്ങുന്ന നബിയെ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുക, രാത്രിയിൽ കുറെ നേരം നിസ്കരിക്കുക. എന്തിനാ പറയണത്? അങ്ങേക്ക് ചില ഭാരമുള്ള വസ്തുക്കൾ നാം ഇറക്കി തരാൻ പോവാണ്, വഹീ തരാൻ പോവാണ്. അപ്പൊ ആളുകളിൽ നിന്ന് എതിർപ്പുകൾ വരും. ആ എതിർപ്പുകളൊക്കെ അതിജയിക്കാനുള്ള ഒരു മനഃശക്തി അങ്ങേക്ക് വേണം നബിയെ. അതുകൊണ്ട് ദീർഘനേരം നിന്ന് നിസ്കരിക്കണം. അപ്പൊ ദീർഘനേരം നിന്ന് നിസ്കരിക്കുമ്പോ നമുക്ക് മനസ്സമാധാനം കിട്ടുന്നതാണ്. സമാധാനക്കേട് വരുമ്പോ നിസ്കാരം ഒഴിവാക്കലല്ല. ഒരുപാട് ചരിത്രങ്ങൾ കാണാം.
ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു, മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ ആളുകളൊക്കെ വിചാരണ കൂട്ടി അവസാനം വേറെ ഒരു ആട്ടിടയനിൽ നിന്ന് ഒരു പെണ്ണ് ഗർഭിണിയായി പ്രസവിച്ചു. ആ പ്രസവിച്ച കുട്ടി ജുറൈജിന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് ആ പെണ്ണ് ആളുകളോടൊക്കെ പറഞ്ഞു പരത്തി. ആളുകളുടെ വിചാരണയാണ്, ആളുകൾക്കിടയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ജുറൈജ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചത് എന്താ? നിങ്ങൾ 2 മിനിറ്റ് എനിക്ക് സമയം തരണം, ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ. ആ രംഗം ഏതാന്ന് നോക്കണം. പ്രസവിച്ച ചെറിയ കുഞ്ഞിനായിട്ടൊരു പെണ്ണ് വന്നിരിക്കുകയാണ്, പുറകെ ഒരുപാട് ആളുകളും. എന്താ പറയുന്നത്? ആ ചെറിയ കുട്ടി ജുറൈജിന്റെ കുട്ടിയാണ്. ജുറൈജ് അറിഞ്ഞിട്ട് പോലുമില്ല, വേറെ ഒരാട്ടിടയന്റെ കുട്ടിയാണ്. പക്ഷെ ജുറൈജിനെ വഷളാക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടിയിരിക്കുകയാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ DNA ടെസ്റ്റ് തന്നെ നടത്തുന്നത്. DNA ടെസ്റ്റ് നടത്തി നമുക്ക് പരിശോധിക്കാം. അന്ന് അതൊന്നുമില്ല, ആ പെണ്ണ് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ജുറൈജ് റളിയല്ലാഹു അൻഹു അത്രയും സങ്കീർണമായ ആ ഘട്ടങ്ങളിൽ അവരോട് പറയുന്നത്, ഒരു 2 മിനിറ്റ് നിങ്ങൾ എനിക്ക് സമയം തരണം, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ. ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ അവർ എല്ലാ ബേജാറുകളും മറന്നു പോവുകയാണ്, എല്ലാ ടെൻഷനുകളും ഇല്ലാതെയാവുകയാണ്, എല്ലാ പൊറുതിയേടുകളും അവിടെ അസ്തമിക്കുകയാണ്. അതാണ് സ്വലാ, അതാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളതായ ആളുകൾ. സങ്കടമില്ലാത്ത ആളുകൾ, വിഷമമില്ലാത്ത ആളുകൾ ആരാ? ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, പലപ്പോഴും നമ്മൾ കേട്ടതാണ്. ഒരു യുദ്ധത്തിൽ അമ്പ് തറച്ച് പല സ്വഹാബിമാരും അങ്ങനെയാണ്. ആ അമ്പ് വലിച്ചൂരിയെടുക്കാൻ അവർ നിസ്കാരത്തിലേക്ക് നിൽക്കലാണ് പതിവ്. നിസ്കാരത്തിലേക്ക് നിന്നാൽ പിന്നെ അവരൊന്നും അറിയുന്നില്ല. അല്ലാഹു തആല അങ്ങനെ ഒരിക്കലെങ്കിലും നിസ്കരിക്കാനുള്ളൊരു തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. എല്ലാം മറന്നുകൊണ്ട് അല്ലാഹുവിൽ മാത്രം ലയിച്ചുകൊണ്ടുള്ള ഒരു നിസ്കാരം. നമ്മൾ ഭൗതികമായിട്ടുള്ള കളികളിലും തമാശകളിലൊക്കെ നമുക്ക് ലയിക്കാൻ പറ്റുന്നുണ്ട്. പന്ത് കളിക്കുമ്പോൾ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ, അത് കളിച്ചിരുന്ന സമയത്ത് ഇപ്പൊ ഞാനടക്കം നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് കയ്യോ കാലോ അവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടാകും. ആ കളിയുടെ ലഹരിയിൽ ആ മുറിവിന്റെ നീറ്റലൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇത് പിന്നെ എപ്പോഴാണ് അറിയുന്നത്? വീട്ടിൽ വൈകുന്ന കുളിക്കുന്ന സമയത്ത് മേലിലോട്ട് വെള്ളമൊഴിക്കുമ്പോ കാലിന്റെ താഴെ ഒരു നീറ്റൽ, അപ്പോഴാണ് കളിച്ച സമയത്ത് അവിടെ പൊട്ടിയിട്ടുണ്ട് എന്നുള്ള ചിന്ത വരുന്നത്. എന്തേ കളിയുടെ സമയത്ത് അതറിയാതിരുന്നത്? അത് കളിയുടെ ആ ഒരു ലഹരിയിൽ നമ്മൾ ലയിച്ചു പോയി. ഇങ്ങനെയുള്ള നിസ്കാരക്കാരുണ്ട്, ഖുർആനോത്തുകാരുണ്ട്, മഹത്തുക്കളായ ആളുകൾ. ഓസുല്ലാദം റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രം പറയുന്ന ഭാഗത്ത് കാണാലോ. ഒരു കാമൽ നിന്നിട്ടോരു ഖത്തം തീർത്തോവർ, മഹാനവരുടെ ചരിത്രം പറയുന്നത് ഭാഗത്ത് കാണാം. അതെങ്ങനെയാ? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഒരു കാല് പൊക്കിയാണോ നിൽക്കുന്നത് അതൊക്കെ വിട്ടുപോയി ആ ഒരു അല്ലാഹ് എന്നുള്ള ആ ഒരു ചിന്തയിൽ ലയിച്ചിരിക്കുകയാണ്. ഒരുപാട് മഹത്തുക്കൾ സംഭവങ്ങൾ കാണാം. ഈ രീതിയിൽ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാലും അല്ലാഹ് എന്നുള്ള ബോധവും, ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹറാമിലേക്ക് പോവാതെയും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുമുള്ള ഒരു ബോധമെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് നിസ്കാരം കഴിഞ്ഞാലും വെച്ചു പുലർത്തുന്ന ആളുകൾ. അതല്ല എങ്കിൽ നിസ്കാരം കറക്റ്റായി കൊണ്ട് തന്നെ എല്ലാ വക്തും സമയവും നിർവഹിക്കുന്ന ആളുകൾ, ഇവർക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാവൂല. ഏത് പ്രശ്നം? എന്തെങ്കിലും സമ്പത്ത് അല്ലാഹ് കൊടുത്താൽ അത് പിടിച്ചു വെക്കൂല. അവർ അർഹതപ്പെട്ടതാണെങ്കിൽ അവർ കൊടുക്കും. അതേപോലെ തന്നെ ഒരു പ്രയാസങ്ങൾ വന്നാൽ അവർ പൊറുതിയേട് കാണിക്കൂല. അതേപോലെ അവർ അക്ഷമരായിരിക്കുകയും ചെയ്യൂല. വിഷമങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിം സമൂഹത്തിൽ അത് വളരെ കുറവാണ്, താരതമ്യേന കുറവാണ്. എന്നാൽ ഈ വളർന്നു വരുന്ന ഒരുപാട് കൊച്ചുമക്കളിൽ, കുട്ടികളിൽ പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ, പ്രേമനൈരാശ്യത്തിന്റെ പേരിലൊക്കെ ആത്മഹത്യകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാം. ഇതൊക്കെ ഏതുകൊണ്ടാണ്? ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഷെറുകൾ വരുമ്പോൾ പൊറുതിയേട് കാണിക്കുന്നു, അതിനെ തടയാൻ പറ്റാതിരിക്കുന്നു. അതിനെ തടയാനുള്ള ഒരു വഴി നിസ്കാരമാകുന്നു. അത് മുറപ്രകാരം നിർവഹിക്കലാകുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. തീർന്നില്ല. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം.
അതേപോലെ തന്നെ തങ്ങളുടെ സ്വത്തുക്കളിൽ ചോദിച്ചു വരുന്നവനും ഉപജീവന മാർഗം തടയപ്പെട്ടവനും സ്വത്തുകളിൽ എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യമുള്ളതുകൊണ്ടോ രോഗമുള്ളതുകൊണ്ടോ അവന് സ്വന്തമായിട്ട് അധ്വാനിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ അവൻ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചോദിച്ചു വന്നാൽ അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നവൻ, അവരെയൊക്കെ പരിഗണിക്കുന്നതായ ഒരു മനസ്സ് കാണിക്കുന്നവൻ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാള് നമ്മളോട് എന്തെങ്കിലുമൊക്കെ വന്ന് ചോദിച്ചാൽ നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. എന്നാൽ യാചന എന്ന് പറയുന്നതും നമ്മുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ എന്ന് പറയുന്നതും ആളുകളോട് പറഞ്ഞിങ്ങനെ നടക്കുക എന്നുള്ളത് അഭികാമ്യമല്ല. യാചനയെക്കുറിച്ച് നബി തങ്ങൾ പഠിപ്പിക്കുന്നു, തീരെ നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരാളോട് ചോദിക്കാവുള്ളൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, മൻ സഅലൻ നാസ, ആരെങ്കിലും ജനങ്ങളോട് ചോദിച്ചു യാചിച്ചു, തകസ്സുറൻ, അവൻ ഉള്ള സമ്പത്ത് കുറച്ചും കൂടെ അധികരിക്കാൻ വേണ്ടി, അവന്റെ അടുത്ത് കാശുണ്ട്, കൂടുതലായി അട്ടിയട്ടിയായി വെക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം യാചിക്കുന്നതെങ്കിൽ ഫഇന്നമാ യസ്അലു ജംറൻ, അവൻ ഒരു തീക്കട്ടയാണ് അവൻ ചോദിച്ചു വാങ്ങുന്നത്. ഫൽയസ്തഖിൽ ഔ ലിയസ്തക്സിർ, അത് കുറക്കാനാണോ കൂടുതലാണോ കാനാണോ അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതവൻ ചെയ്തു കൊള്ളട്ടെ. വലിയൊരു തീയിന്റെ കട്ട ഒരുപാട് കൂട്ടിവെക്കാൻ നമ്മൾ ഇഷ്ടാവോ? അത് കുറക്കാനല്ലേ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഉള്ള സമ്പത്ത് ഒന്നുകൂടെ വർദ്ധിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തിൽ ആരെങ്കിലും യാചിക്കുന്നുവെങ്കിൽ ആ പണി അവൻ നിർത്തിക്കൊള്ളട്ടെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു കാര്യം കൂടെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സങ്കടങ്ങള്, വിഷമങ്ങള്, ദുഃഖങ്ങളൊക്കെ വരും. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ വരും. ഈ പരീക്ഷണങ്ങളൊക്കെ ആളുകളോട് ഇങ്ങനെ പറഞ്ഞു നടക്കരുത്. അതൊരു നല്ല ലക്ഷണമല്ല. സ്വഹീഹായ ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. സ്വഹീഹായ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നു. സമ്റത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാൻ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പഠിപ്പിച്ചു, ഇന്നൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അസാബതുഹു ഫാഖത്തുൻ, ഒരാൾക്ക് ഒരു വിഷമം വന്നു, ഒരു സങ്കടം വന്നു, ഒരു ദുഃഖം വന്നു, ആരോടും പറയരുത് എന്നല്ല പറയുന്നത് കേട്ടോ, എല്ലാരോടും പറഞ്ഞെടുക്കുക. ആ രീതി ഫഅൻസലഹാ ബിന്നാസി, അത് ജനങ്ങളോട് അവൻ ഇറക്കി വെച്ചു. അഥവാ ജനങ്ങളോടെല്ലാരോടും അത് പറയാണ്. ഇന്നൊരു സങ്കടം വരുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോടോ രണ്ടാളോടോ അല്ലെങ്കിൽ പള്ളിയിലുള്ള ഉസ്താദിനോടോ നമ്മൾ നല്ലവരാണ് എന്ന് വിചാരിക്കുന്ന ഒരാളോടോ ഒക്കെ പറഞ്ഞ് നമ്മളൊന്ന് ദുആ ചെയ്യിപ്പിക്കാനും ഒരാശ്വസിപ്പിക്കാനും ഒക്കെ ഉള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ഒരാളോട് പറയുന്നതിന് കുഴപ്പമില്ല. ഇവിടെ ഹദീസിൽ പറയുന്നത് ജനങ്ങളോട് അവൻ ഇറക്കി വെച്ചു. എന്തൊക്കെ വിശേഷം? വയ്യ, സുഖമല്ല, പ്രശ്നമാണ്, ഒരാളോട് പറഞ്ഞു. കുറച്ചന് പോയി, എന്തൊക്കെ വിശേഷം? ഇങ്ങനെയാണ്, പ്രശ്നമാണ്. കടയിൽ പോയിരുന്നു, അപ്പൊ എല്ലാരും പറഞ്ഞ എന്തൊക്കെ വിശേഷം? പ്രശ്നമാണ്, സുഖമല്ല. ഇങ്ങനെ കാണുന്നവരോട് മുഴുവൻ അവന്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒരാൾ ഇറക്കി വെച്ചാൽ ലം തുസദ്ദ ഫാഖതുഹു, നബി തങ്ങൾ പറയാണ്, അവന്റെ ആ പ്രയാസം അല്ലാഹു തആല മാറ്റിക്കൊടുക്കുകയില്ല, അതങ്ങനെ തന്നെ നിലനിൽക്കും. ഇനിയോ വമൻ അൻസലഹാ ബില്ലാഹ്, അവനെത്തിയതായ ആ വിഷമം അവൻ അല്ലാഹുവിനോടാണ് പറഞ്ഞത് എങ്കിൽ ഫയൂഷിഖുല്ലാഹു ലഹു ബിറിസ്ഖിൻ ആജിലിൻ ഔ ആജിലിൻ, പെടുന്നനെയോ വേഗത്തിൽ തന്നെയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാലെങ്കിലും അവനെത്തിയതായ ആ വിഷമം അല്ലാഹു തആല നീക്കി കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരിമാരെ, ഈ ഹദീസ് നമ്മളൊക്കെ ശരിക്ക് പഠിക്കണം, വിഷമം മനസ്സിലാക്കണം. ഒരു വിഷമം വരുമ്പോഴേക്ക് ഫോൺ ചെയ്യാണ്, പിന്നെ എല്ലാവർക്കും എളിമാനോട് പറഞ്ഞു, മൂത്തമ്മാനോട് പറഞ്ഞു, അമ്മായിയോട് പറഞ്ഞു, കുടുംബങ്ങളിലുള്ള മുഴുവൻ ആളുകളോടും അല്ലെങ്കിൽ ഗ്രൂപ്പിലൂടെ ഒക്കെ വോയിസ് ആയിട്ട് വിട്ട് നമുക്കെത്തിയ ആ പ്രയാസം എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു പല്ലവി, അത് ശരിയല്ല. ഒരാളോടും പറയണ്ട എന്നല്ല
ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മളെ ദുആ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നുറപ്പുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആ ദുഃഖത്തിൽ ആത്മാർത്ഥമായി എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം പറഞ്ഞു തരുമെന്ന് നമുക്ക് ഉറപ്പുള്ള, അല്ലെങ്കിൽ നമ്മൾ ആശ്വസിപ്പിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളോട് ഷെയർ ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് അവന്റെ ആ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആ ഒരു പ്രവണത അത് നിങ്ങൾ ഒഴിവാക്കണേ. അതുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്കില്ല. അങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റുകയില്ലെന്ന് മാത്രമല്ല, അതേപടി നിലനിർത്തുകയും അല്ലാഹുവിനോട് പറഞ്ഞ് അല്ലാഹുവിനോട് ആ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു തആല ഉടനെ തന്നെയോ കുറച്ച് കഴിഞ്ഞാലെങ്കിലുമോ ആ വിഷമങ്ങൾ മാറ്റും. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ വന്നാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിരുന്ന ഒരു ദുആ മഹദി പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുസ്തനിദുൻ ഇലയ്യ യഖൂൽ, നബി തങ്ങൾ എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു. എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ എന്നുള്ള ഒരു വാക്യം നീ പറയുക ആയിഷ. ജീവിത നൈരാശ്യം ബാധിക്കുമ്പോൾ, ജീവിതത്തിൽ ഒരു വിഷമങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചവനെ എനിക്ക് നീ പുറത്തുകൊണ്ട, വർഹംനി, എനിക്ക് നീ കരുണ ചെയ്യണമേ അല്ലാഹുവേ, വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, ഉന്നതരായ കൂട്ടുകാരോടൊപ്പം എന്നെ നീ ചേർക്കണമേ അല്ലാ എന്ന ആശയം വരുന്ന ഈ വാക്യം ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ടായിരുന്നു. നബിതങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ. അപ്പൊ ഇത്തരം വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോ നമ്മൾ അല്ലാഹുവിനോട് നമ്മളെ വിഷയങ്ങൾ പറയാം. അതിൽ നിന്നും പോരാനുള്ള ഒരു വഴി അല്ലാഹ് നമുക്ക് കാണിച്ചു തരും, അത് ഉറപ്പാണ്. എപ്പോഴെങ്കിലൊക്കെ വേണം വേണ്ടാച്ച എന്തെങ്കിലുമൊക്കെ തുറന്നാ പോരാ. ഒന്ന് സ്ഥിരമായി അള്ളാഹുലേക്ക് നമ്മളെ കൽബ് തുറന്ന് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, വെളുപ്പിനോ സുബയുടെ മുമ്പോ അല്ലെങ്കിൽ പകലോ അസറിന്റെ ശേഷമോ രാവിലെ ളുഹാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി അള്ളാഹു തആല സാധിപ്പിച്ചു തരും. അള്ളാഹു തആല റഹ്മാനാണ്, അള്ളാഹു തആല റഹീമാണ്. അള്ളാഹുവിനോട് ചോദിച്ച അള്ളാഹ് തന്നില്ലെങ്കിൽ പിന്നെ ആരാ നമുക്ക് തരാനുള്ളത്? തരും, തീർച്ചയായിട്ടും തരും. എല്ലാ വിഷമങ്ങളും അള്ളാഹു തആല തീർക്കും. അതിനൊരു കാര്യം നമ്മൾ ചെയ്യണം. അവിവേകം ചെയ്യുന്ന സമയമാണെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് നിർത്തിവെച്ച് ഇനി ഞാൻ ചെയ്യൂല എന്നൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ് അതൊക്കെ നിർത്തിവെച്ച് നിസ്കാരങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നല്ലവരായി ആവാനൊന്ന് ശ്രമിച്ച് ആ ശ്രമത്തോടൊപ്പം നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു തആല മാറ്റിത്തരും. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അപ്പൊ നിസ്കരിക്കുന്നവരൊഴികെ, ആ നിസ്കാരം നിത്യമായി കൊണ്ട് നടക്കുന്നവരും ഒഴികെ അവർക്ക് വിഷമം, അവർക്ക് പൊറുതിയേട് കാണിക്കൂല പ്രയാസങ്ങൾ വരുമ്പോ. അതേപോലെ തന്നെ ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന അംഗവൈകല്യമുള്ളകളോ ചോദിക്കാൻ മടിയുള്ള ആളുകളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വന്നാൽ കൊടുക്കാനും മടിയുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകളും ഒഴികെ വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, വിചാരണ നടക്കുന്നതായ ദിവസം അത് ഉറപ്പിക്കുന്ന ആളുകൾ. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും പരലോകത്ത് ഇതിനെക്കുറിച്ച് എന്നോട് ചോദ്യം ചോദിക്കുമെന്നോമല്ലോ എന്നുള്ള ഒരു ഉറപ്പുള്ള മനുഷ്യർ, ആ മനുഷ്യർക്കും ബേജാറുണ്ടാവില്ല, അവരും അസ്വസ്ഥരാവുകയില്ല, അവരും ഈ രീതിയിൽ അക്ഷമരായിരിക്കുകയില്ല. അവർക്കൊരു നന്മ വന്നാൽ അവർ അതിൽ നിന്ന് കൊടുക്കാതിരിക്കുകയില്ല. അല്ലാഹ് തന്നതാണ്, അല്ലാഹ് തന്നെ തിരിച്ചെടുക്കാം എന്ന ചിന്ത അവരുടെ കൽബിലേക്ക് വരും. തീർന്നില്ല, പിന്നെയോ അല്ലാഹു പറയുന്നത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ഗുഹ്യ ഭാഗങ്ങൾ അവർ സൂക്ഷിക്കുകയും ചെയ്യും. തിന്മയെ തൊട്ട് എത്ര വലിയ സാഹചര്യങ്ങളും അനുകൂലമായാലും തിന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഒത്തിണങ്ങി വന്നാലും അത്തരം തിന്മകളിലൊന്നും പെട്ടുപോകാതെ അല്ലാഹു തആലയെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളും ഇതിൽ നിന്ന് ഒഴിവാണ്. ഇവർക്ക് ഒരിക്കലും ഈ പറയപ്പെട്ടതായ മനുഷ്യരുടെ ദുർഗുണങ്ങൾ ഉണ്ടാവുകയില്ല.
അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, ഈ പറയപ്പെട്ട ദുർഗുണങ്ങൾ ഒഴിവായ ആ വിഭാഗങ്ങളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണം, നിസ്കരിക്കുന്നവരൊഴികെ അതിൽ നിത്യമാകുന്നവരൊഴികെ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ പല വീടുകളിലും കാണാം, നമ്മൾ ആൺമക്കൾ കെട്ടിക്കൊണ്ടുവന്ന ഈ ഭാര്യമാരോട് നമ്മൾ നമ്മുടെ മരുമക്കളോട് അവരെ വെറുപ്പിക്കുന്ന, ദുഷിപ്പിക്കുന്നതായ, കുത്തുവാക്കുകൾ പറയുന്ന, നോവിക്കുന്നതായ ഒരുപാട് കേസുകൾ. ഇപ്പൊ ഞാൻ പള്ളിക്കത്ത് ഉസ്താദാകൊണ്ട് എൻ്റെ അടുത്ത് വരും പല ആളുകളും പറഞ്ഞ്, സ്വന്തം മക്കള് വരും, എന്താ ഉസ്താദെ ചെയ്യുക, ഉമ്മാനെ തള്ളിപ്പറയാൻ എനിക്ക് പറ്റൂല, ഭാര്യയെ തള്ളിപ്പറയാനും പറ്റൂല, ഭാര്യയുടെ ഭാഗത്തും ചില കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും, എന്നാൽ എപ്പോഴും അത് എടുത്തു പറഞ്ഞ് ഒരു സമാധാനമല്ല വീട്ടില്. എൻ്റെ ഉമ്മമാരെ, നമ്മൾ ശ്രദ്ധിക്കുക, എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അബദ്ധങ്ങള് നമ്മളെ സ്വന്തം മക്കളെ പ്രായമല്ലേ ഉണ്ടാവുള്ളൂ, പെൺമക്കളെ പ്രായമല്ലേ ഉണ്ടാവുള്ളൂ. കെട്ടിക്കൊണ്ടുവന്ന ഈ ആൺമക്കളെ, ഈ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അവരുടെ വിവരമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവുകേട് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ പറയെ കാണിക്കുക ചെയ്താൽ അത് പിന്നീട് ഇങ്ങനെ എടുത്തു പറഞ്ഞ ആളുകൾ വിരുന്നുകാർ വരുമ്പോൾ അവരുടെ മുമ്പിലും വഷളാക്കുക, ഒറ്റക്കുള്ള സമയത്തും കുത്തിപ്പറയുക. ഇങ്ങനെയൊന്നും ചെയ്യരുത്. പറയേണ്ടതാണെങ്കിൽ നേരിട്ട് പറയണം, മോളെ നീ ആ ചെയ്തത് ശരിയായില്ല, നീ ആ പറഞ്ഞത് ശരിയായില്ല, ഇനി അത് ചെയ്യരുത്, അത് മോശമാണ്, അത് നമുക്ക് യോജിച്ചതല്ല. ആ പറഞ്ഞു കൊടുക്കുക, അത് അവിടെ തീർന്നു. അങ്ങനെ ആകുമ്പോൾ ആ ഉമ്മാനോട് സ്നേഹമല്ലേ ഉണ്ടാവുക. നേരെ തിരിച്ചും അപൂർവമായിട്ടുള്ള 1-2 കേസുകളുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്നതോടുകൂടെ മകനും മരുമോളും വേറെ രീതിയിലാക്കി ഉമ്മാനെയൊന്നും പരിഗണിക്കാതെ, ഒരു അഭിപ്രായം ചോദിക്കാതെ വേറെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന, അത് വളരെ കുറവാണ് നമ്മുടെ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം. 1-2 കേസുകൾ മാത്രമേ അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതാണ് കൂടുതലും. രണ്ടും ശരിയല്ല. ഇവിടെ നിസ്കരിക്കുന്നവരൊഴികെ, അത് നിത്യമാക്കുന്നവരൊഴികെ എന്ന് പറഞ്ഞാൽ അത് വെറും നിസ്കാരം കൊണ്ട് മാത്രം ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും അതൊക്കെ നമ്മൾ മാറ്റണം. കേവലം ഒരു നിസ്കാരം കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ കഴിയില്ല. നിത്യമായി നിസ്കരിക്കുന്നവർ, നിസ്കാരം നിത്യമായി കൊണ്ടു നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ന്നുള്ള ആ ഒരു ബോധം നിസ്കാരം കഴിഞ്ഞാലും വീട്ടിലുള്ളവരോടും കുടുംബങ്ങളോടും മരുമക്കളോടും അയൽപക്കക്കാരോടും ഒക്കെ നമ്മൾ പാലിക്കണം. എങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിസ്കാരം മാത്രം നമ്മളെ വിജയിപ്പിക്കുകയില്ല എന്ന ആ ഒരു ബോധം ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരോടുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും ഒക്കെ എല്ലാം തീർത്തെങ്കിൽ മാത്രമേ പരലോകത്ത് വിജയിക്കാൻ കഴിയൂ. അല്ലാഹു തആല അത്തരത്തിലുള്ള അവന്റെ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വല്പം സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ചെയ്യാം. ഇന്ന് ഒരു സഹോദരൻ നമുക്ക് പലഹാരങ്ങൾ തന്നിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച ആരും ഓഫർ ചെയ്തിട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ചയുടെ മുമ്പായിട്ട് ഓർമ്മപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അലി ഇബ്നു സയ്യിദ് റഹിമഹുല്ലാഹു തആല കാന ഇലാ ജാനിബി റജുലുൻ ദിമ്മിയുൻ വകുൻതു ഫീ ശഹ്രി റബീഇൽ അവൽ അദ്ഉൽ ഫുഖറാ വഅഅമലു മൗലിദൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലി ദാലിക الذمي لما تفعل في هذا الشهر دون غيره فقلت فرحا بمولد رسول الله صلى الله عليه وسلم لأنه ولد في هذا الشهر فجعل يهزأ بي فعز علي ذلك ووجدت من ذلك أمرا عظيما فلما نمت في تلك الليلة رأيت رسول الله صلى الله عليه وسلم في المنام فقال لي ما بك فأخبرته بخبري مع الذمي فقال لا تحزن فإنه يأتي إليك غدا وهو مؤمن قال فاستيقظت وقد تزايد وجدي وأنا أنتظر إنجاز وعدي وسحب المدامع وقد جرت على خدي وإذا بالباب يطرق والذمي يقول افتح فقد زال صدى قلبي إن كان الحبيب قد كان عندك فالبارحة قد كان عندي قال ففتحت له الباب فدخل وهو يقول لا إله إلا الله محمد رسول الله فقلت له ما شأنك قال رأيت الليلة رجلا حسن الوجه طيب الرائحة عظيم الهيبة أزج الحاجبين سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المنطق إذا طلع تقول هذا
البدر المنير وإذا مشى يفوح منه المسك والعنبر ما أحسن وجهه وما أطيب رائحته فأردت أن نقبل يديه قال أتقبل يدي وأنت على غير ديني فقلت من أنت الذي من الله علي بك قال أنا الذي أرسلت رحمة للعالمين أنا سيد الأولين والآخرين أنا محمد خاتم النبيين ورسول رب العالمين فقلت لا إله إلا الله محمد رسول الله ففتح يديه وعانقني ثم قال هذه الجفة وذاك القصر لك قلت فقلت ما علامة ذلك قال أن تموت غدا قال صاحب الحكاية فبينما هو يحدثني وإذا بالباب يطرق وقائل يقول إن كنت أنت حظيت يوما باللقاء زال الجفا عنا وقد زال الشقاء فقلت له من هؤلاء قال زوجتي وابنتي قال فدخلتا وهما تقولان لا إله إلا الله محمد رسول الله فقال لهما كيف إيمانكما قالتا رأيناه كما رأيت رأي عين وإن كان وعدك بقصر فقد وعدنا بقصرين قال فمات الرجل في الوقت وفي غد ماتت ابنته وفي اليوم الثالث ماتت زوجته رحمهم الله تعالى ورحمنا معهم الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم كل ما ذكره الذاكرون وغفل عن ذكره الغافلون صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد يا رب صل منجي الخلائق من جهنم في غدي جاءت لمولده الشريف بشائر وخوارق العادات ليلة مولدي يا رب صل على محمد منجي الخلائق من جهنم في غدي آياته والمعجزات كثيرة شهدت بصحتها عقول الحسد يا رب على النبي محمد منجي الخلائق من جهنم في غدي البدر شق بأمره والشمس إذ غربت له ردت بغير تردد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي والوحش والأشجار قد سجدت له وعليه قد سلمنا بعد تشهدي يا رب صل منجي الخلائق من جهنم في غدي ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفدي يا رب صل
منجي الخلائق من جهنم في غدي وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد يا رب صل نبي محمد منجي الخلائق من جهنم في غدي أوصافه ما ينتهي تعدادها فالمدح يقصر عن بلوغ المقصد يا رب صل على بمحمد منجي الخلائق من جهنم في غدي يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي يا رب صل منجي الخلائق من جهنم في غدي قد هل مما قد علمت من الأذى والظلم والضعف الشديد فأسعدي يا رب صل منجي الخلائق من جهنم في غدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي يا رب صل منجي الخلائق من جهنم في غدي إني نزيلك والنزيل لديك يا خير الأنام بكل خير يغتدي يا رب صل على محمد منجي الخلائق من جهنم في غدي فعليك منا كل وقت دائما أزكى الصلاة مع السلام سرمدي يا رب صل للنبي محمد منجي الخلائق من جهنم في غدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم آمين الحمد لله رب العالمين حمدا يوفي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا അല്ലാഹുവേ ഞങ്ങളിവിടെ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ അല്ലാഹുവേ പറയാനും കേൾക്കാനും വളരെ എളുപ്പമാണ് അത് ജീവിതത്തിൽ പകർത്താനാണ് പ്രയാസം ഈ പറഞ്ഞതുപോലെ ഖുർആനിൽ ഹദീസിൽ പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ അല്ലാഹുവേ വിഷമങ്ങളും സങ്കടങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ പുറത്തേട് കാണിക്കാതെ അക്ഷമരാവാതെ ക്ഷമിക്കാനും നിന്റെ ഹബീബ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു മനസ്സ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ
പടച്ചവനെ, ഈ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നിന്റെ മുത്തഖീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജനങ്ങളോട് പറയാൻ പാടില്ല എന്ന് ഞങ്ങൾക്കറിയാം, അറിയാതെ ഞങ്ങൾ പറഞ്ഞു പോകുന്നു. അവർ ഞങ്ങൾക്കെത്തിയ വിഷമങ്ങളിൽ സന്തോഷിക്കുന്നവരാണ് അധികവും. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി വിഷമങ്ങൾ ഇറക്കി വെക്കാനുള്ള മനസ്സ്, ദുആ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗികളായിട്ടുള്ള പലരും ഈ സദസ്സിലുണ്ട്, പല നിലക്കുള്ള രോഗങ്ങളായിട്ടുള്ളവരുണ്ട്. അല്ലാഹുവേ, ഭയപ്പെടുത്തുന്ന, ഞങ്ങളെ സങ്കടത്തിലാക്കുന്ന രോഗങ്ങളായിട്ടുള്ളവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ശരീരങ്ങളിലുള്ള രോഗാണുക്കളെ നീ നശിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പകർച്ചവ്യാധി, മാറാവ്യാധി രോഗാണുക്കൾ വന്നപ്പോൾ പൊന്നാനിയിലുള്ള ആളുകളോട് ചൊല്ലാൻ വേണ്ടി സൈനുദ്ദീൻ മഖ്ദൂം നിർമ്മിച്ചതാണ് മങ്കൂസി മൗലിദ്. അതാണ് ഞങ്ങൾ പാരായണം ചെയ്തത്. റബ്ബേ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ, ഈ സദസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പകർച്ചവ്യാധികൾ, മാറാവ്യാധികൾ, ഭയപ്പെടുത്തുന്ന രോഗങ്ങളുണ്ടെങ്കിൽ നീ അത് മാറ്റണേ റഹ്മാനെ. നീ ശിഫയാക്കണേ റഹ്മാനെ, നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും, ഞങ്ങളുടെ അമ്മായി, മൂത്തുമ്മമാര്, എളീമമാര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവർ, ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ, ഞങ്ങളുടെ ഭാര്യമാര്, മക്കൾ പലരും രോഗികളാണ്. നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഓപ്പറേഷൻ കഴിഞ്ഞ് ബോധം തെളിയാതെ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഖളാഇൽ ശിഫയുണ്ടെങ്കിൽ ബോധം തെളിഞ്ഞ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആനെ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ അടുത്തായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബഹാരിക്കടക്കം, അതിൻ്റെ മുമ്പിൽ ഈ അടുത്തായി ഒരുപാട് പേര് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയി. പ്രത്യേകിച്ച് ഈ പള്ളിക്കാട്ടിൽ മറവിട്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾ, ഇവിടെ ഒരുമിച്ച് കൂടി ആമീൻ പറയുന്നവരുടെ ഉമ്മമാര്, ഉപ്പമാര്, അവർക്ക് വേണ്ടപ്പെട്ടവർ ഈ പള്ളിക്കാട്ടിൽ അല്ലെങ്കിൽ പല പള്ളിക്കാടുകളിലാണ്. പടച്ചവനെ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, അവർക്കൊക്കെ നീ അഫ്വ് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ സ്വരോഗ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിലെ ഞങ്ങളുടെ ആഖിറത്തിലെയും ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങളുടെ ശിഷ്യന്മാരാണ്, ശിഷ്യകളാണ്, ഞങ്ങളുടെ മക്കളാണ്. ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ലവരാക്കണേ റഹ്മാനെ, നല്ലവരാക്കണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും ദീനിനും ഉപകാരമുള്ള മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആനെ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, അയൽപക്ക വീടുകളിൽ, ഞങ്ങളുടെ ജമാഅത്തുകളിൽ ഐക്യവും പരസ്പര സ്നേഹവും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളുള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വീടാനുള്ള വഴി നീ തുറന്നു തരണേ റഹ്മാനെ, വീടാനുള്ള വഴി നീ തുറന്നു തരണേ റഹ്മാനെ. കടത്തോടുകൂടെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കരുതേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് ഖൈറാക്കണേ റഹ്മാനെ. ദുനിയാവിലേറെ ആഖിറം ഖൈറാക്കണേ റഹ്മാനെ. ആഖിറം വിജയിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ, ആഫിയത്തോടെ, ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ, കൈനീട്ടാതെ, വഷളാവാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിനാവശ്യമായ ഹലാലായ വരുമാനങ്ങൾ, തൊഴിലവസരങ്ങൾ, കച്ചവടം, ബിസിനസ്, മഈഷത്തിന്റെ വഴികളിൽ ഞങ്ങളുടെ വീട്, വാഹനങ്ങൾ ഞങ്ങൾക്ക് നീ നൽകിയതിലെല്ലാം ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്ന് പലഹാരം കൊണ്ടുവന്നവർ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കൊണ്ടുവന്നവർ, ഇനി തരാൻ ഉദ്ദേശിക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد
യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.